എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി വിജയുടെ ജൈത്രയാത്ര തുടരുന്നു. നിയമസഭയിൽ തന്റെ ആദ്യ രാഷ്ട്രീയ വിജയം കുറിച്ചിരിക്കുകയാണ് ദളപതി വിജയ്. തമിഴക വെട്രിക്കഴകത്തിന്റെ മുതിർന്ന നേതാവ് JCD പ്രഭാകരനെ എതിരില്ലാതെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. തമിഴ് രാഷ്ട്രീയത്തിലെ വമ്പന്മാരായ DMKയും AIADMKയും മത്സരരംഗത്തു നിന്നും മാറിനിന്നു എന്നതാണ് ഈ വിജയത്തിന്റെ തിളക്കം കൂട്ടുന്നത്. ചെന്നൈയിൽ നിന്നുള്ള രാഷ്ട്രീയ വാർത്തകൾ ഇപ്പോൾ TVKയ്ക്ക് അനുകൂലമാണ്. ഭരണകക്ഷിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ സ്ഥാനാർത്ഥി JCD പ്രഭാകർ സ്പീക്കറായും രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറായും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ അറിയിച്ചു. ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കസേരയിലേക്ക് ആനയിച്ചതാണ്. ETVK മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യനും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും ചേർന്നാണ് പുതിയ സ്പീക്കറെ സ്ഥാനത്തേക്ക് ആനയിച്ചത്. രാഷ്ട്രീയ വൈരത്തിനപ്പുറം സൗഹൃദത്തിന്റെ പുതിയ പാത വെട്ടിത്തുറക്കാനാണ് വിജയ് ശ്രമിക്കുന്നത് എന്നതിന്റെ തെളിവായി ഈ നീക്കം വിലയിരുത്തപ്പെടുന്നു. തെരഞ്ഞെടുപ്പിനു മുൻപ് MK സ്റ്റാലിൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ വീടുകൾ സന്ദർശിച്ച വിജയുടെ നീക്കം വലിയ കയ്യടി നേടിയിരുന്നു. ഈ മാന്യമായ രാഷ്ട്രീയ സമീപനമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എതിരാളികളില്ലാത്ത വിജയത്തിന് വഴിമരുന്നിട്ടത്. ആരാണ് JCD പ്രഭാകർ? തമിഴ് രാഷ്ട്രീയത്തിലെ 3 തലമുറകളെ കണ്ട പരിചയസമ്പന്നനായ നേതാവ്. MGR, ജയലളിത, ഇപ്പോൾ വിജയ് എന്നിവരുടെ കാലഘട്ടങ്ങളിൽ MLA ആയിരുന്ന അപൂർവം നേതാക്കളിലൊരാൾ. 1980-ൽ തന്റെ 28-ാം വയസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന പ്രഭാകർ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വിജയുടെ പാർട്ടിയിൽ ചേർന്നത്. ചെന്നൈയിലെ 1000 ലൈറ്റ്സ് മണ്ഡലത്തിൽ നിന്ന് DMKയുടെ എഴിലൻ നാഗനാഥനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം സഭയിലെത്തിയത്. ഈ പരിചയസമ്പത്ത് സഭാ നടപടികൾ സുഗമമായി കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി വിജയ് വിശ്വസിക്കുന്നു. 73-കാരനായ പ്രഭാകർ മുൻ മുഖ്യമന്ത്രി O. പനീർസെൽവത്തിന്റെ അടുത്ത അനുയായി കൂടിയായിരുന്നു. തുറയൂർ MLA രവിശങ്കറാണ് സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ പ്രതിപക്ഷത്തെ തളയ്ക്കാനും ജനപിന്തുണ ഉറപ്പിക്കാനും വിജയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് നിയമസഭയിൽ ഇനി ദളപതി സ്റ്റൈലിലുള്ള കരുനീക്കങ്ങൾക്കാണോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. மாண்புமிகு பேரவைத் தலைவர் அவர்கள் இருக்கையில் அமர்வதற்கு செல்லும் நேரத்தில் மாண்புமிகு உறுப்பினர்கள் அனைவரும் எழுந்து நின்று மாண்புமிகு பேரவைத் தலைவர் அவர்கள் அவரின் இருக்கையில் அமர பின்னரே அமர்தல் வேண்டும் என்று தெரிவித்துக் கொள்கிறேன். பேரவை துணைத் தலைவர் பதவிக்கான வேட்புமனுத்தாள் சட்டமன்ற பேரவை முதன்மை செயலாளரிடம் அளிக்கப்பட்டுள்ளது. சட்டமன்ற பேரவை விதி 8 உள்விதி 2 படி பேரவை துணைத் தலைவர் பதவிக்கு நான் முதலில் இப்பேரவைக்கு அறிவிக்க வேண்டும். அவர்களின் விவரம்: நியமனம் செய்யப்பெற்றவர் மாண்புமிகு சட்டமன்ற உறுப்பினர் திரு மு. ரவிசங்கர் அவர்கள். முன்மொழிந்தவர் மாண்புமிகு முதலமைச்சர் அவர்கள். வழிமொழிந்தவர் மாண்புமிகு அவை முன்னவர் அமைச்சர் செங்கோட்டையன் அவர்கள். பேரவை துணைத் தலைவர் பதவிக்கு திரு மு. ரவிசங்கர் அவர்கள் மட்டும் நியமனம் செய்யப்பட்டு அவரது வேட்பு மனுத்தால் மட்டுமே பெறப்பட்டுள்ளதால் மாண்புமிகு திரு மு. ரவிசங்கர் அவர்கள் இப்பேரவையின் துணைத் தலைவராக ஒருமனதாக தேர்ந்தெடுக்கப்படுகிறார் என்பதை மிக்க மகிழ்ச்சியுடன் இப்பேரவைக்கு அறிவிக்கிறேன். மாண்புமிகு பேரவை துணைத் தலைவராக தேர்ந்தெடுக்கப்பட்டுள்ள திரு மு. ரவிசங்கர் அவர்களுக்கு என்னுடைய பாராட்டுதலையும் வாழ்த்துக்களையும் தெரிவித்துக் கொள்கிறேன். Thank you.